പുതിയ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടിരിക്കല്ലേ? സിനിമ നന്നായിരുന്നോ? കണ്ടിരുന്നു? എത്ര തവണ സിനിമ കണ്ടോ? ഒരു വട്ടേ കണ്ടുള്ളൂ. നമ്മൾ ഒരു വട്ടം ഒരുമിച്ചിരുന്ന് കണ്ടോ? ഓർമ്മയുണ്ടോ? ഇല്ലേ? അതൊക്കെ മറന്നുപോയോ? പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ എവിടെ വെച്ചാ കണ്ടേ? അല്ല, നമ്മൾ ഷേണായിസിൽ സിനിമ ഒരുമിച്ചല്ലേ കണ്ടത്? കഴിഞ്ഞ ദിവസം. അമ്മ ഉണ്ടായിരുന്നു. എന്നെ ഓർമ്മയില്ല? ഇല്ലേ? സാരമില്ല. എന്നെ ഓർമ്മ വരാൻ എന്ത് ചെയ്യണം? ഒരു ഗിഫ്റ്റ് തരട്ടെ? അങ്ങനെയാണെ എന്നെ ഓർക്കോ? എന്നിട്ട് നല്ല സ്മാർട്ടായിട്ട് എനിക്ക് കുറേ കഥകളൊക്കെ പറഞ്ഞു തരും. ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റ് നമ്മുടെ ക്യാമറയിലുള്ള ഒരു മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന. താങ്ക് യു പറയും. എനിക്കില്ല, ഈ മിഠായി തന്ന അങ്കിളില്ല മാമന് താങ്ക് യു പറയും. ഓക്കെ, അപ്പൊ നമ്മള് റോന്ത് സിനിമയിൽ അഭിനയിച്ചിട്ടിരിക്കുകയാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? എത്ര ദിവസം? സൂപ്പറായിരുന്നു. ആരുടെ കൂടെ അഭിനയിച്ചെന്നറിയോ? റോന്ത് മാമനോ? റോന്ത് മാമനാരാ? അതാരത്? ശരിക്കുള്ള പേരറിയോ ചേട്ടന്റെ? അതല്ലെന്ന്, ശരിക്കും റോന്തെന്നല്ലാതെ ആ ചേട്ടന് വേറെ പേരുണ്ടോ? റോഷൻ ചേട്ടൻ. ആ, അറിയോ? ആരുടെ മോളായിട്ട് അഭിനയിച്ചേ? എന്റെ മോളായിട്ട്. ആരുടെ മോളായിട്ട്? എന്റെ മോളായിട്ട്. ഈ ലിപ്സ്റ്റിക്കും പൊട്ടക്കാരാ വെച്ച് തന്നെ? അമ്മയാണോ വെച്ച് തന്നെ? ഒരു ലിപ്സ്റ്റിക്കിന്റെ ബ്രാൻഡ് അല്ലെ, ലിപ് ബാമിന്റെ ബ്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പേരെന്താ? കൺമണി എന്നാണോ? സ്വന്തമായിട്ട് നന്ദൂട്ടിയുടെ ആണോ? അമ്മയുടെ ആണോ? അപ്പൊ നന്ദൂട്ടിക്ക് ഒന്നുമില്ല അതിന്ന്? എനിക്ക് ഇഷ്ടം. പിന്നെ എനിക്ക് ബൈക്കുണ്ട്, സ്കൂട്ടി ഉണ്ട്, പിന്നെ കളിക്കുന്ന സ്കൂട്ടി അത്, പിന്നെ ജീപ്പുണ്ട്, പിന്നെ സൈക്കിൾ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എനിക്കൊരു പട്ടിക്കുട്ടുണ്ട്. ജീവനുള്ള പട്ടിക്കുട്ടിയാണോ? ആണോ? ആര് വാങ്ങി തന്നതാ? അമ്മ വാങ്ങിച്ചു തന്നതാ. ഈ സിനിമയിൽ അതിന് കൊടുക്കോ? എനിക്ക് തരോ? തരത്തില്ലേ? എന്നും വലിയ പരിചയമുണ്ടോ മുന്നേ? ഒരു പരിചയമില്ല, എന്നാലും എനിക്ക് തരൂല. അതിന്റെ പ്രശ്നം നമ്മൾ തമ്മില്? എവിടെ വെച്ച കണ്ട പരിചയമുള്ളോട് നിനക്ക് തരൂല്ലെന്നാണോ? ആണോ? അതെ, അവിടെ വെച്ച് കണ്ടതാ. അപ്പൊ പപ്പീനെ എനിക്ക് തരുമോ? തരൂല. പ്ലീസ് തായേ. ഒരാൾക്ക് കൊടുക്കാൻ. ആർക്ക് കൊടുക്കും? അമ്മയ്ക്ക് മാത്രമേ കൊടുക്കുള്ളൂ? അതെ, അമ്മ ഒരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. ഈ സിനിമയിൽ അഭിനയിച്ചാല് ഒരാൾ ഒരു പപ്പീനെ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. ആരങ്ങനെ പറഞ്ഞേ? ഡയറക്ടറിന്റെ പേരെന്താ? ഷാഗി അങ്കിള് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ നല്ലോണായിട്ട് അഭിനയിച്ചാണ് ഈ പട്ടി തരാന്ന് പറഞ്ഞിട്ട് തന്നോ? ഇല്ല. എന്താ പറ്റിച്ചാ? ചോദിച്ചില്ലേ? പിന്നെ ചോദിച്ചില്ലേ? നമുക്ക് ഇന്ന് ചോദിക്കണം കേട്ടാ. ഷാഗി അങ്കിൾ ഇവിടെ ഉണ്ടല്ലോ, ചോദിക്കണം കേട്ടോ എന്താ തരാത്തേന്ന്. അപ്പൊ നന്ദൂട്ടി നന്നായിട്ട് അഭിനയിച്ചില്ലേന്ന് ചോദിച്ചായിരുന്നോ? ചോദിച്ചോ? എന്നിട്ട് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. അയ്യോ, കഷ്ടായി പോയി. നമുക്ക് ചോദിക്കാട്ടോ ഇന്ന് പോയിട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് പപ്പീനെ തരാൻ പറയണേ. നന്ദൂട്ടി എന്ത് അഭിനയായിരുന്നു! ഭയങ്കര പനി പിടിച്ച് ഒക്കെ അഭിനയിക്കുന്നുണ്ട്, ഛർദിച്ച്. ശരിക്കും അങ്ങനെയൊക്കെ എങ്ങനെ അഭിനയിച്ചേ? കഞ്ഞി അരച്ചു തന്നു, എന്നിട്ട് അത് ഛർദിച്ചു. ഉണ്ടാ? ഒറിജിനലി ഛർദിച്ചോ? എങ്ങനെ? എന്ത് പറ്റിയിട്ട്? ഫുഡ് കഴിച്ചിട്ട് ഛർദിച്ചോ? ഇഷ്ടായില്ലേ ഫുഡ്? എടുത്തേ ഇഷ്ടായോ? ഇവിടുത്തെ ഫുഡ് ഇഷ്ടായി. അവിടുത്തെ ഫുഡ് കഞ്ഞിയോ? കഞ്ഞി ഇഷ്ടല്ലേ? ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എനിക്ക് ബിരിയാണി, പിന്നെ മഞ്ഞോ? മഞ്ഞ തിന്നാൻ ഇഷ്ടവാ.
അത് പോളണ്ട്. പോളണ്ടിൽ പോയിട്ടുണ്ടോ? എവിടൊക്കെ പോയിട്ടുണ്ട്? അച്ഛൻ പോയിട്ടുണ്ട്. അച്ഛൻ ഗൾഫിൽ പോയി. അച്ഛൻ ഗൾഫിൽ പോയോ? നന്ദൂട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാ? എവിടെ പോവാനാ ഇഷ്ടം? മഞ്ഞത്ത്. മഞ്ഞത്ത് പോവാനാ ഇഷ്ടം. അപ്പം അവിടെ എൽസ ഉണ്ട്. എൽസ ആരാ? ഒരു കാർട്ടൂണിൽ കാണുന്ന ഒരു എൽസ എന്നൊക്കെ പറയും. കാർട്ടൂണിലുള്ളത്? ഏത് കാർട്ടൂണിലുള്ളതാ? അമ്മയടുത്ത് ചോദിച്ചാൽ അമ്മയ്ക്ക് മനസ്സിലാക്കും. നന്ദൂട്ടി പറ, ഞാൻ മന്ദൂട്ടിയുടെ അല്ലേ ചോദിക്കണ, പറ. അത് ഏത് സിനിമയുള്ള? അല്ല മഞ്ഞത്തുള്ളത്. വിജയുടെ സിനിമയിലുള്ളതാണോ? അല്ല. പിന്നെ ഏത് സിനിമയിലുള്ള? മാരിഗോൾഡ്. കാർട്ടൂൺ ആണല്ലേ മൊത്തം? എനിക്ക് അതാ മനസ്സിലാവാത്തെ. അതെ, ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാ? റോന്ത് ചേട്ടന്റെ പേരുണ്ടോ? റോഷൻ മാത്യു. കറക്റ്റായിട്ട് അറിയാലോ റോഷൻ മാത്യു എന്നൊക്കെ. എന്നിട്ട് റോഷനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? റോഷനങ്ങളുടെ മോളായിട്ട് അഭിനയിച്ചപ്പോ? റോഷൻ ചേട്ടൻ മോളായിട്ട് അഭിനയിച്ചപ്പം ഇഷ്ടായോ? ഇഷ്ടായി. എന്തൊക്കെ വാങ്ങി തന്നു റോഷനങ്ങൾ? ഒരു ബബിൾ മാത്രമേ മേടിച്ചുള്ളൂ. അത്ര വാങ്ങിച്ചോ? കഷ്ടായി പോയില്ലേ. ക്രിസ്മസിന് തൊപ്പി മാത്രമേ മേടിച്ചുള്ളൂ. ക്രിസ്മസിന് തൊപ്പി, ഒരു ബബിള് ഒക്കെ വാങ്ങിച്ചു തന്നു. അതൊന്നും പോരാ അല്ലേ നമുക്ക്? കൊച്ചിന് എന്താ ഇഷ്ടം? എന്ത് വാങ്ങിച്ചു തരാൻ? ഞാൻ കൊറേ ഓർഡർ ചെയ്തിട്ടുണ്ട് അമ്മയുടെ ഫോണിൽ നിന്ന്. അതല്ല, റോഷനങ്ങളോട് എന്തൊക്കെ വാങ്ങി തരാനാ പറഞ്ഞേ? ഒന്നും മേടിച്ചൊന്നില്ല. കഷ്ടം അല്ലേ? കൂടെ അഭിനയിച്ചിട്ട് അത്ര ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? വീട്ടിൽ പോയോ? അതുകൊണ്ടാണ് വാങ്ങി തരാത്തെ. ഓക്കെ. പിന്നെ ഡയറക്ടർ അങ്കിൾ എന്തൊക്കെ വേറെ, പപ്പീനെ അല്ലാതെ വേറെ എന്തൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞു? ഒന്നും മേടിച്ചു തന്നിട്ടില്ലേന്ന്. ഓണോ? കഷ്ടല്ലേ? അഭിനയിച്ച് പൈസ എങ്കിലും തന്നോ? ചോദിച്ച അമ്മയോട് ഞാൻ അഭിനയിച്ചോന്ന്. എന്റെ 10 രൂപ ഇരിപ്പുണ്ട്. 10 രൂപയുള്ളോ? വലിയ സിനിമ നടിയായിട്ട് 10 രൂപയുള്ളോ? 10 രൂപയ്ക്ക് ഞാൻ വലിയ ഐസ് വാങ്ങിക്കും. ഐസ്ക്രീം ആണോ ഏറ്റവും ഇഷ്ടം? അല്ല. പിന്നെ എന്താ ഇഷ്ടം? ഞാൻ നെൽസോടെ വലിയ എനിക്ക് കാർട്ടൂൺ, ഞാൻ കാർട്ടൂൺ കാണാറില്ല. പിന്നെ ഞാൻ സിനിമ ഒക്കെ കാണും. സിനിമ ഇഷ്ടമാണോ? ഏത് സിനിമ ഏറ്റവും ഇഷ്ടം? എനിക്ക് റോന്ത് കൊണ്ടാലേ കരയും. റോന്ത് മാത്രമേ കാണുള്ളൂ. വേറെ സിനിമ ഏതാ പറയും? വേറെ സിനിമയിൽ അഭിനയിക്കുന്ന ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? മനസ്സിലാത്തില്ല. ഇഷ്ടമുള്ള സിനിമ നടൻ ഏതാ? മോഹൻലാലിനെ. ഓ, മോഹൻലാലിനാണ് ഇഷ്ടം. കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടിനല്ലേ? അമ്മ മോഹൻലാൽ. ലാലേട്ടനാണ് ഇഷ്ടം. തുടരും കണ്ടായിരുന്നോ? ഇഷ്ടായി? ഫോണിലാണോ കണ്ടത്? ഓ, അപ്പൊ ഇഷ്ടായി. അല്ലാതെ സിനിമയിൽ പോയി കാണും. തിയേറ്ററില് പോയി തുടരും കാണാം. ഇന്ന് തന്നെ പോവാട്ടോ. അമ്മയോട് പറഞ്ഞേക്കാം. ഇന്ന് തന്നെ പോണേ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.